വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. बड़ी खुशी के साथ, आनंद के साथ परमेश्वर ने हमें अपनी उपस्थिति में बनाए रखा है, इसके लिए धन्यवाद। പിന്നെയും സ്വർഗം നമുക്കെല്ലാം ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുക. आज फिर परमेश्वर ने हमें एक ऐसा भाग्य दिया कि हम इस सुबह के समय उसकी उपस्थिति में आ सकें। ചേർന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. हम परमेश्वर की स्तुति करते हुए परमेश्वर की उपस्थिति में बने रहें। നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമായി നമ്മുടെ കൂടെ ഉണ്ട്. हमारा परमेश्वर जो है वो आज भी सर्वशक्तिमान परमेश्वर बनकर हमारे संग है। നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിന്റെ വിടുതലിന്റെ കരം നാം കാണാൻ പോകുകയാണ്. हम जिन भी विषयों के लिए प्रार्थना कर रहे हैं उन सभी विषयों पर हम परमेश्वर के बड़े हाथ को देखेंगे। ഇന്ന് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आज भी परमेश्वर हर एक को आशीष दे। ദൈവകൃപയാൽ ഈ ആഴ്ചയെ നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. परमेश्वर की दया से, परमेश्वर की कृपा से इस पूरे हफ्ते परमेश्वर ने हमें प्रार्थना में लगे रहने में सहायता की। നാളെ പതിപോലെ നമ്മുടെ ആലയങ്ങളിലൊക്കെ പ്രാർത്ഥനയാണല്ലോ. और कल हर बार की तरह रविवार को आराधनालयों में परमेश्वर की आराधना की जाएगी। അതെല്ലാം വലിയ അനുഗ്രഹമായി മാറട്ടെ. वो सारी आराधनाएं सबके लिए बड़ा आशीष का कारण बनने पाए। ദൈവം അനുവദിച്ചാൽ പിന്നെയും നമ്മൾ തിങ്കളാഴ്ച ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. परमेश्वर की इच्छा हुई तो हम फिर से सोमवार से प्रार्थना में लगे रहेंगे। ഇന്ന് വളരെ പ്രാർത്ഥിച്ച ദൈവസ്ഥലായിരിക്കുന്നു. आज जब हम प्रार्थना के साथ परमेश्वर की उपस्थिति में हैं, കഴിഞ്ഞ രാത്രിയിലെ എന്നോട് ദൈവം ഇടപെട്ട ഒരു വചനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. बीती रात परमेश्वर ने मुझसे जिन वचनों से बात किया है उनको मैं आज आपके सामने रखना चाहूंगा। അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ആ വാക്യമുള്ളത്. वो वचन न्यायियों के पुस्तक में है। 2-ാം അധ്യായത്തിലാണ് ആ വാക്യമുള്ളത്. दूसरे अध्याय में वो वचन लिखा है। 10-ാമത്തെ വാക്യമാണ് ആ വാക്യം. न्यायियों का पुस्तक दूसरा अध्याय उसका 10वां वचन लिखा है, और उस पीढ़ी के सब लोग भी अपने अपने पितरों में मिल गए। तब उसके बाद जो दूसरी पीढ़ी हुई उसके लोग न तो यहोवा को जानते थे और न उस काम को जो उसने इस्राएलियों के लिए किया था। ആമേൻ. आमीन। അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ ഒരു തലമുറ അവിടെ ഉണ്ടായി. वहां लिखा है कि एक और पीढ़ी वहां पर हुई। അവര് യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ആയി മാറി. और वो एक ऐसी दूसरी पीढ़ी बन गई जो यहोवा के बड़े बड़े कामों को नहीं जानते थे। അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. ऐसे एक समय के बारे में परमेश्वर का वचन कहता है। വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൂതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. पवित्र आत्मा आज आपसे एक बड़े संदेश के द्वारा बात करना चाहता है। ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്നാണ് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. न्यायों के पुस्तक दूसरे अध्याय के 10वें वचन से आज परमेश्वर ऐसा कह रहे हैं। പിന്നെ ആ തലമുറയ്ക്ക് ദൈവത്തോട് ചേർന്നു. और वो पीढ़ी जो है परमेश्वर से जुड़ गई। അവരുടെ ശേഷം യഹോവയോ അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയോ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. लेकिन उस पीढ़ी के बाद एक ऐसी पीढ़ी उत्पन्न हुई जो यहोवा को और ना ही उनके कामों को जानते थे। ഈ ഭാഗം പറയുന്നത് യോശുവയുടെ മരണത്തിന് ശേഷമാണ്. ये भाग जो कहा गया है यहोशू के मृत्यु के बाद का समय है। ദൈവമക്കളെ, നമുക്കറിയാം മോശ മുഖാന്തരമാണ് 430 വർഷത്തിന്റെ അടിമകളായ ഇസ്രായേൽ ജനത്തിന് ദൈവം വിടുതൽ കൊടുത്തത്. हम जानते हैं कि मूसा के द्वारा ही परमेश्वर ने इजरायलियों के जो बंधुआई थी, जो 430 साल की बंधुआई थी, उसको परमेश्वर ने हटा दिया। മോശയ്ക്ക് ഏതാണ്ട് 120 വയസ്സുള്ളപ്പോഴാണ് മോശ മരിക്കുന്നത്. मूसा की मृत्यु के समय मूसा की आयु 120 साल की थी। ആ സമയങ്ങളിൽ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് യോശുവയാണ്. और उन दिनों में जो आगे वाली सेवकाई है उसको यहोशू ने लिया। യോശുവ ഏതാണ്ട് 110 വയസ്സ് വരെ ജീവിച്ചിരുന്നു. यहोशू 110 साल तक जीवित रहे। ആ തലമുറയെല്ലാം ദൈവത്തിന്റെ അത്ഭുതം കണ്ടവരാണ്. और वो एक ऐसी पीढ़ी थी जिन्होंने परमेश्वर के आश्चर्य कर्मों को देखा था। അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുന്നത് കണ്ട തലമുറയായിരുന്നു ആ കാലത്തെ തലമുറ. एक ऐसी पीढ़ी जिन्होंने अपने बंधुआई में परमेश्वर के उस छुटकारे को देखा था। അവർ കണ്ടിട്ടുണ്ട് ചെങ്കടൽ മാറുന്നത്.
उन्होंने अपनी आंखों से देखा किस तरह लाल समुद्र दो भागों में बट गया। അവർ കണ്ടിട്ടുണ്ട് മാറ മധുരമാകുന്നത്. उन्होंने देखा है किस तरह मारा का वो पानी था वो कड़वा था, लेकिन उन्हीं के सामने वो मधुर बन गया। അവർ കണ്ടിട്ടുണ്ട് കാടപ്പക്ഷി ദൈവം പറത്തിക്കൊണ്ടുവരുന്നത്. परमेश्वर उनको किस तरह उन्होंने उनको मांस खिलाया, वो सब उन्होंने अपनी आंखों से देखा। അവർ കണ്ടിട്ടുണ്ട് രാവിലെ മന്ന പൊഴിഞ്ഞു കിടക്കുന്നത്. भोर के वक्त उन्होंने अपने आंखों के सामने मन्ना को बनते देखा। അവർ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ കൃപയാല ദൈവത്തിന്റെ വലിയ കരം ചലിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. उन्होंने परमेश्वर के सामर्थी हाथ को अपने लिए कार्य करते हुए देखा। മരുഭൂമിയിൽ പാറ പിളർന്ന് വെള്ളം വരുന്നത് അവർ കണ്ടിട്ടുണ്ട്. उन्होंने देखा किस तरह रेगिस्तान में भी जल के सोते उत्पन्न हुए। അവർ കണ്ടിട്ടുണ്ട് യോർദാനെ ദൈവം പിളർക്കുന്നത് കണ്ടിട്ടുണ്ട്. यरदन नदी को भी दो भाग में बंटता हुआ उन्होंने देखा। ആ തലമുറ കണ്ടതാണ് ആർത്ത് വിളിച്ചപ്പോൾ എരിഹോവിന്റെ മതിലുകളൊക്കെ വീഴുന്നത് അവർ കണ്ടിട്ടുണ്ട്. उसी पीढ़ी ने देखा कि जिस तरह जब परमेश्वर की जोर से जय जयकार की गई तो यरीहो का जो दीवार थी वो ढह गई। അങ്ങനെ ഒത്തിരി 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 ദൈവപ്രവൃത്തി കണ്ട തലമുറകളായിരുന്നു മോശയും യോശുവയും. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാരെല്ലാം ഒത്തിരി ദൈവപ്രവൃത്തി കണ്ടവരായിരുന്നു. परमेश्वर के बड़े कामों को, अनेक कामों को देखे हुए एक ऐसी पीढ़ी थी। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞിട്ട് യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ लेकिन जब यहोशू का समय बीत गया, 110 വയസ്സിൽ യോശുവ മരിച്ചു. 110 साल की उम्र में यहोशू की मृत्यु हुई। ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ച് അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ചേർന്നു. और जो जितने भी थे उस पीढ़ी में वो सब मृत्यु के द्वारा अपने पिताओं के साथ वो मिल गए। അവരുടെ ശേഷം ഒരു തലമുറ ഭൂമിയിലുണ്ടായി. लेकिन उनके बाद एक ऐसी पीढ़ी पृथ्वी पर आई। അവർക്ക് യഹോവ ആരാന്ന് അറിയത്തില്ല. वो नहीं जानते थे कि यहोवा कौन है। മറിച്ച് അടിമവീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്ന ചരിത്രങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. ये भी नहीं जानते थे कि किस तरह बंधुआई में से इजरायलियों को परमेश्वर छुड़ा कर लेकर आए। അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 11ാമത്തെ വാക്യം പറയാണ്, അവർ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാൻ തുടങ്ങി. उसके कारण क्या हुआ? 11वें वचन में लिखा है वो अन्य देवताओं के बाल नाम देवताओं की उपासना करने लग गए। ഇന്ന് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, आज आप जो मुझे सुन रहे हैं, ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ചില തലമുറകളാണ് ഉണ്ടായിരിക്കുന്നത്. हम देख सकते हैं हमारी इस पीढ़ी में भी ऐसी ही एक पीढ़ी हमारे सामने है। യഹോവയെ അറിയാത്ത തലമുറകൾ, ऐसी पीढ़ी जो यहोवा को नहीं जानती। ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അറിയാത്ത തലമുറകൾ. ऐसी पीढ़ी जिनके पास इस बात की जानकारी नहीं कि यहोवा परमेश्वर ने इजरायलियों के लिए क्या क्या किया। 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു കാൽവറിയിൽ നടത്തിയ യാഗങ്ങളെ കുറിച്ച് അറിയാത്ത തലമുറകളാണ് ഇന്നും ജീവിക്കുന്നത്. आज हमारे बीच में ऐसी पीढ़ी रह रही है जो नहीं जानती कि यीशु मसीह ने हमारे छुटकारे के लिए उस कैलवरी क्रूस पर क्या किया। യേശു ഭൂമിയിൽ വന്നതും ഭൂമിയിൽ വന്ന് ചെയ്തതും യേശുവിന്റെ സ്വർഗ്ഗാരോഹണവും അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളൊക്കെ അറിയാത്ത ഒരു തലമുറയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. आज हमारे बीच में ऐसी पीढ़ी है जो नहीं जानती कि यीशु का यहाँ पे जन्म हुआ, उसके समय में क्या कार्य हुए और उनकी मृत्यु कैसे हुई, कैसे उनका स्वर्गारोहण हुआ, ये सब जानते नहीं। ऐसी एक पीढ़ी हमारे बीच में है। അറിയാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? उनकी इस बात की जानकारी ना होने के कारण हमारे बीच क्या हो रहा है। ഇസ്രായേലിലെ പുതിയ തലമുറ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോയതുപോലെ ഇന്നും അല്ലിയ പല തലമുറകളും ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. जैसे इजरायली की उस नई पीढ़ी बाल देवताओं की उपासना करने लगे, वैसे ही आज हमारे बीच में एक ऐसी पीढ़ी है जो अन्य देवताओं की उपासना करने लगे। ഇസ്രായേലിന്റെ പുതിയ തലമുറ ദൈവത്തെ ദുഃഖിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ തലമുറകളും ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. इजराइल के नई पीढ़ी ने जिस तरह परमेश्वर को दुखी किया, उसी तरह हमारे बीच में ऐसी पीढ़ी है जो परमेश्वर को दुखी करती ഈ है। ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക.
और इन दिनों में उनके लिए प्रार्थना करने के लिए परमेश्वर ने हमें ठहराया है। ആവർത്തന പുസ്തകം 8-ാം അധ്യായം व्यवस्था विवरण उसका 8वां अध्याय, അതിന്റെ 1 മുതൽ അവസാനത്തെ വാക്യം വരെയും പറയുന്ന ചില വാക്കുകളാണ്. उसका 1 से लेकर अंत तक जो वचन लिखे गए हैं, ഓർമ്മിക്കുക എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. और उसमें बार बार ऐसे लिखा है कि इनको स्मरण कर, മറക്കരുത്, कि इनको भूलना नहीं है, ഇതിൻ പ്രകാരം നടക്കണം. इन्हीं के अनुसार तुम्हें चलना है। അതാണ് ആ മുഴുവൻ അധ്യായത്തിന്റെ അകത്തുള്ളത്. इस पूरे अध्याय में यही बात बार बार दोहराई गई है, കാര്യം മോശയുടെ കാലം കഴിഞ്ഞു, क्योंकि मूसा का समय बीत गया था, യോശുവയുടെ കാലം കഴിഞ്ഞു. यहोशू का समय बीत गया ആ था, കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാരെല്ലാം മരിച്ചു. और उस समय के जितने भी पिता थे वो सब मृत्यु उनकी हो गई। ഇതൊരു പുതിയ തലമുറയാണ്. ये एक नई पीढ़ी आई ആ है। തലമുറയോട് ദൈവം സംസാരിക്കുക. उस पीढ़ी से परमेश्वर ऐसा कहती है നിങ്ങൾ മറക്കരുത്, कि तुम भूलना नहीं, നിങ്ങൾ ഓർത്തിരിക്കണം, हमेशा स्मरण रखना നിങ്ങൾ है, ഇതിൻ പ്രകാരം നടക്കണം. और इसी के अनुसार तुम्हें चलना है। ഇതൊക്കെ ദൈവം പറയാൻ കാര്യം, परमेश्वर का इन सब बातों का कहने का कारण ये है, ദൈവത്തിനറിയാം അവർക്ക് യഹോവ ആരാന്ന് അറിയത്തില്ല. क्योंकि परमेश्वर जानते थे कि वो नहीं जानते यहोवा कौन है। യഹോവ ആരാന്ന് അവർക്ക് അറിയത്തില്ല. वो यहोवा परमेश्वर को नहीं जानते थे। യഹോവ മോശയിലൂടെ മിസ്രൈമിൽ ചെയ്ത കാര്യങ്ങൾ അറിയത്തില്ല. मूसा के द्वारा जो परमेश्वर ने आश्चर्य कर्म किए वो नहीं जानते थे। 40 വർഷം മരുഭൂമിയിൽ ഇസ്രായേലിന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യുന്ന അവർക്ക് അറിയത്തില്ല. और ये भी नहीं जानते थे कि 40 साल जब इजरायली रेगिस्तान में अपन जिए तब परमेश्वर ने उनके लिए क्या क्या किया। ചെങ്കടൽ പിളർന്നപ്പോൾ ഈ തലമുറ അവിടെ ഇല്ലായിരുന്നു. जब लाल समुद्र 2 भाग में बटा गया तब ये पीढ़ी वहां नहीं थी। യോർദാനെ ദൈവം രണ്ടാക്കി മാറ്റിയപ്പോൾ ഈ തലമുറ അവിടെ ഇല്ലായിരുന്നു. यरदन नदी जब 2 भागों में बटी तब ये पीढ़ी वहां नहीं थी, അപ്പോൾ അവർ അത്ഭുതങ്ങൾ കാണാത്തതുകൊണ്ട്, क्योंकि उन्होंने ये आश्चर्य कर्म अपने आंखों से नहीं देखे, ദൈവം ചെയ്ത അടയാളങ്ങൾ കാണാത്തതുകൊണ്ട്, परमेश्वर के किए हुए अद्भुत कामों को अपने आंखों से नहीं देखा, മേഘസ്തംഭത്തെ കാണാത്തതുകൊണ്ട്, उन्होंने बादल के खंभों को नहीं देखा, അഗ്നി തൂണിനെ കാണാത്തതുകൊണ്ട്, अग्नि के खंभों को नहीं देखा, ഇവർ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കാത്തതുകൊണ്ട്, क्योंकि उन्होंने परमेश्वर की उपस्थिति का अनुभव नहीं किया। ശരിക്കും ഇവർക്ക് ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. इसलिए जो महिमा परमेश्वर को देनी थी वो नहीं दे पाए। അതാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ മുഴുവൻ വാക്യങ്ങളും പിന്നീട് നിങ്ങൾ വായിക്കണം. इसलिए आप बाद में व्यवस्था विवरण 8वें अध्याय के हर एक वचनों को बाद में पढ़ें। ദൈവം പറയാണ്, നിങ്ങൾ ഓർക്കണം, മറക്കരുത്. परमेश्वर बार बार कहते हैं कि तुम्हें स्मरण रखना है, कभी ना भूलें, ഇതിൻ പ്രകാരം നടക്കണം. और इन्हीं के अनुसार चलें। ഹല്ലേലൂയ. आमीन। മക്കളുടെ നല്ല കാര്യം ആഗ്രഹിക്കുന്ന ഒരു മാതാപിതാവ് एक ऐसे माता पिता जो अपने बच्चों के अच्छे काम की इच्छा करते हैं, എല്ലാ ദിവസവും അവരെ ഉപദേശിക്കുന്നത് പോലെ, जिस तरह वो हर दिन अपने बच्चों को उपदेश देते हैं, ശരിക്കും ഹല്ലേലൂയ അതുപോലെയാണ് ദൈവം ഇസ്രായേലിന്റെ പുതിയ തലമുറയോട് ഇടപെട്ടത്. बिल्कुल उसी तरह परमेश्वर ने इजराइल के नई पीढ़ी से व्यवहार किया है। പക്ഷെ അവർ പിന്നെയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോയി. लेकिन वो फिर भी बाल देवताओं की आराधना करने लगे। പ്രിയരേ, 2021 ഈ ഫെബ്രുവരി മാസവും 2020 इस फरवरी के समय में നമ്മുടെ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്, हमारे घर में भी संतान है, നമ്മുടെ ചർച്ചുകളിലും കുഞ്ഞുങ്ങളുണ്ട്, हमारे कलीसियाओं में भी संतान है। നമുക്കറിയാവുന്ന ഒത്തിരി ദൈവീയ കുഞ്ഞുങ്ങളുണ്ട്. हम जानते हैं अनेक परमेश्वर के बच्चे हमारे बीच में हैं। ദിവസങ്ങളിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. इन दिनों हम उनके लिए प्रार्थना करें, കാര്യം ടെക്നോളജിയും സയൻസും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് അവർ ജീവിക്കുന്നത്. क्योंकि विज्ञान और तकनीकीकरण बढ़ गया है, ആരും ഇപ്പോൾ ദൈവത്തെ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കുന്നില്ല. और इसी के कारण जिस तरह परमेश्वर पर हमें आसरा रखना चाहिए वैसे नहीं कर पा रहे। ഈ തലമുറ ദൈവപ്രവൃത്തിയെ അറിയാതെ പോയതിന്റെ കുറ്റക്കാരാരാണ്? ये जो पीढ़ी थी परमेश्वर को नहीं जान पाई, इसका 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 दोषी कौन है? പ്രിയരേ, നാം പ്രാർത്ഥിക്കേണ്ടിടത്ത് നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. हमें जिस समय हमें प्रार्थना करना है उस समय हम प्रार्थना ഈ करें। ദിവസങ്ങളിൽ ഒരു സിയോൻ പുത്രിയോട് ദൈവം പറയുന്നത് പോലെ, जिस तरह सियोन की पुत्री से परमेश्वर कहते हैं, ദൈവം പറയുന്നത് രാക്കാലങ്ങളിലും യാമാരംഭത്തിലും എഴുന്നേറ്റ് നിലവിളിക്കാനാ പറയുന്നത്. सियोन पुत्री से परमेश्वर कहते हैं कि रात के समय में और भोर के समय में परमेश्वर से चिल्लाकर प्रार्थना करें। തലമുറകൾക്ക് വേണ്ടി കരയാനാ സിയോൻ പുത്രിയോട് ദൈവം ആവശ്യപ്പെടുന്നത്. सियोन पुत्री से परमेश्वर कहते हैं कि आने वाली पीढ़ी के लिए तुम रो रो कर प्रार्थना करो। മണവാട്ടി സഭയോട് ദൈവം പറയുകയാണ്,
उसी तरह जो कलीसिया है उसकी दुल्हन है, उससे परमेश्वर कहते हैं നാം ഉറങ്ങേണ്ട ദിവസങ്ങളല്ല, कि ये सोने का समय नहीं है। രാക്കാലങ്ങളിലും യാമാരംഭങ്ങളിലും സഭ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. रात के पहर में भी, भोर के समय में भी ये प्रार्थना का समय है। കാര്യം യേശു കാൽവറിയിൽ നടത്തിയ യാഗത്തെ അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് ജീവിക്കുന്നത്. क्योंकि आज हमारे बीच में ऐसी पीढ़ी जी रही है जो यीशु को नहीं जानती, ना तो उसके कामों को യേശു जानते हैं। എന്തിനാണ് ഭൂമിയിൽ വന്നെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് ജീവിക്കുന്നത്. वो ये भी नहीं जानते कि यीशु मसीह किस लिए पृथ्वी पर आए। അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളെ വിശ്വസിക്കാത്ത ഒരു തലമുറ ഇന്ന് ജീവിക്കുന്നത്. ऐसी पीढ़ी हमारे बीच में है जो प्रेरितों के काम में हुए सारे अद्भुत के कामों पर विश्वास नहीं करती। ദൈവത്തെ സംശയിക്കുന്ന ഒരു തലമുറയെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ऐसी पीढ़ी हमारे बीच में है जो परमेश्वर पर संदेह करती है। മനുഷ്യനെയും ദൈവത്തെയും ആശ്രയിക്കുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. हम एक ऐसे पीढ़ी के बीच में है जिनमें कुछ मनुष्य पर आश्रय रखते हैं और कुछ परमेश्वर पर। പലയിടത്തും ദൈവനാമം ദൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, और कई जगह परमेश्वर के नाम की निंदा भी होती है। പലരുടെയും തല കുനിഞ്ഞുകൊണ്ടിരിക്കുക. कई लोग इन दिनों में शर्मिंदा हो रहे हैं। പ്രിയരേ, നമുക്ക് എഴുന്നേറ്റ് നിലവിളിക്കാം. इन दिनों हम भी प्रार्थना में अपनी आवाजों को उठाएं। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ പ്രവൃത്തി അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. हमारे बीच में परमेश्वर के कामों को जानने वाले एक ऐसी पीढ़ी खड़ी हो जाए। യഹോവയെ അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. ऐसी पीढ़ी खड़ी हो जाए जो यहोवा को जानती है। ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്തത് അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. ऐसी पीढ़ी खड़ी हो जाए जो परमेश्वर के उन कामों को जानते हो जो उन्होंने इस्राएलियों के लिए യേശു किया। കാൽവറിയിൽ ചെയ്തത് അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. यीशु मसीह ने जो काम कैलवरी क्रूस पर हमारे लिए किया, उसके जानते हुए एक पीढ़ी खड़ी होने पाए। ആദിമ നൂറ്റാണ്ടിൽ ദൈവം ചെയ്തത് അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. पहले समय में जो परमेश्वर ने हमारे लिए काम किया, उसको जानते हुए एक पीढ़ी खड़ी हो जाए। യോശുവയുടെ കാലത്തിന് ശേഷം ന്യായാധിപന്മാരുടെ കാലമായിരുന്നു. यहोशू के समय के बाद न्यायियों का समय था। വലിയ ദുഃഖകരമായ ഒരു അനുഭവം. बड़ा दुखदायक अनुभव था। ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ऐसा समय था जब ऐसा भी प्रश्न हुआ कि क्या परमेश्वर वास्तव में है। കാര്യം യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് അല്ലെ കെട്ടതുപോലെയായിരുന്നു. क्योंकि यहोशू के समय के बाद सब जैसे बंधा हुआ था। തീ അണഞ്ഞതുപോലെ ഒരു അനുഭവമായിരുന്നു. ऐसा समय था जैसे लौ बुझ गई हो। ശരിക്കും ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിച്ചു പോയ ഒരു കാലം. ऐसा समय जहां पूछते थे कि परमेश्वर क्या वास्तव में है। എവിടേക്കോ അല്ലിയ ഇന്നലകളിലെ കാര്യങ്ങൾക്കകത്ത് എവിടേക്കോ ഒരു തടസ്സങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. कहीं ना कहीं पिछले दिनों के बातों में रुकावटें हो गई। ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. बड़े प्रश्न वहां पर बीच में उठे। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, आज मुझे सुनने वाले परमेश्वर के प्रियो, അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ इसलिए न्यायों के पुस्तक 6वें अध्याय में ഗിദെയോനെ വന്ന് ദൂതൻ വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ, गिदोन को परमेश्वर बुलाकर कहता है, हे पराक्रमशाली। ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഗിദെയോനോട് പറയുമ്പോഴും जब परमेश्वर कहते हैं कि परमेश्वर यहोवा तुम्हारे संग है, ഗിദെയോൻ വിശ്വസിക്കുന്നില്ല. तब गिदोन विश्वास नहीं कर पा रहा। ഗിദെയോന്റെ ഉള്ളം സംശയം കൊണ്ട് നിറയുക. गिदोन का जो हृदय है वो संदेह से भर गया। ദൂതനോട് തിരിച്ചു ചോദിക്കുന്നു, वो परमेश्वर के दूत से पूछता है, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത്? अगर परमेश्वर संग है तो ऐसे ऐसे काम क्यों हो रहे हैं। അടുത്ത വാക്ക് അദ്ദേഹം ചോദിച്ചു. तो उन्होंने अगला प्रश्न ऐसा पूछा। ദൂതനോട് ചോദിക്കുകയാണ്, वो परमेश्वर के दूत से ऐसा पूछते हैं പിതാക്കന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളും അടയാളം ചെയ്ത ഇസ്രായേലിന്റെ ദൈവം എവിടെയാ? कि हमारे पुरखाओं के समय में जिस परमेश्वर ने हमारे लिए आश्चर्य कर्म किया, वो परमेश्वर आज कहाँ है। ഗിദെയോൻ ഒരു പുതിയ തലമുറയാ. गिदोन एक नई पीढ़ी है। ഗിദെയോൻ കേട്ടിട്ടുണ്ട് മോശയുടെ കാലത്ത് അത്ഭുതം ചെയ്ത ദൈവത്തെ കുറിച്ച്. गिदोन ने मूसा के समय परमेश्वर के आश्चर्य कर्मों के बारे में सुना है। ഗിദെയോൻ കേട്ടിട്ടുണ്ട് യോശുവയുടെ കാലത്തിൽ അത്ഭുതം ചെയ്ത ദൈവത്തെ കുറിച്ച്. यहोशू के समय में हुए आश्चर्य कर्मों के बारे में गिदोन ने सुना है। പക്ഷെ യോശുവയുടെ കാലത്തിന് ശേഷം ഒരു ദൈവപ്രവൃത്തിയും ഗിദെയോൻ ഉൾപ്പെടെ ഒരു തലമുറയും കണ്ടിട്ടില്ല. लेकिन यहोशू के समय के बाद ऐसी कोई भी कामों के बारे में गिदोन ने नहीं सुना। ഗിദെയോനൊക്കെ കണ്ണു തുറക്കുമ്പോൾ വിഗ്രഹത്തെ സേവിക്കുന്ന പിതാക്കന്മാരെയാണ് ഗിദെയോൻ കണ്ടിട്ടുള്ളത്. गिदोन ने जब अपनी आंखें खोली तब उसने अन्य देवताओं की सेवा करते हुए लोगों को देखा। അതുകൊണ്ടാ ചോദിച്ചത്, ഗിദെയോൻ ചോദിക്കുന്നത് യഹോവ എവിടെയാ? इसलिए गिदोन पूछता है कि यहोवा कहाँ है। ഇസ്രായേലിന്റെ ദൈവം എവിടെ? इजराइल का परमेश्वर कहाँ है। ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. जब आप कहते हैं कि परमेश्वर मेरे संग है, तो भी मुझे विश्वास नहीं हो रहा। കർത്താവിൽ പ്രിയരേ, परमेश्वर के प्रिय लोग, ഇന്ന് നമ്മുടെ വീടുകളിലും
നമ്മുടെ ചർച്ചകളിലും ദേശത്തുള്ള തലമുറകളുടെ എല്ലാം ചോദ്യം ഇതാണ്. आज हमारे घर में भी, हमारे देश में, हमारे जिस जगह हम रहते हैं वहां पे भी यही प्रश्न है। ഇന്നലകളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തത് അവർക്കറിയാം. बीते दिनों में अनेक आश्चर्य कर्म परमेश्वर ने किए हैं, ये वो जानते हैं, അവർ കേട്ടിട്ടുണ്ട്. उन्होंने सुना है, പക്ഷേ അവരുടെ കാലത്തിൽ ഒന്നും അവർ കാണുന്നില്ല. लेकिन उन्होंने इन आश्चर्य कर्मों को अपने समय में होते हुए नहीं കർത്താവിൽ देखा। പ്രിയരെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് इस प्रार्थना में जुड़े हुए लोगों से നമ്മൾ വചനം പഠിക്കാനിരിക്കുമ്പോൾ, जब हम वचन पढ़ने बैठते हैं, വീട്ടിലായിരിക്കട്ടെ ചർച്ചിലാകട്ടെ, चाहे वो घर में हो या कलीसिया में, ഇന്നലെ രാത്രി ഞാൻ ചിന്തിക്കുകയായിരുന്നു, मैं कल रात इस बारे में मनन कर रहा था। നമ്മൾ എപ്പോഴും വീടുകളിലൊക്കെ സുവിശേഷം തുറന്നു വെച്ച് യേശു ചെയ്ത കാര്യങ്ങളൊക്കെ പറയുക. हम घरों में जाकर सुसमाचार बताते हैं, यीशु के आश्चर्य कर्मों के बारे में बताएं। പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ യേശു, जिस पर यीशु ने पानी को दाखरस में बदला, 5 അപ്പത്തെ 25,000 പേർക്ക് വെച്ച് വിളമ്പിയ യേശു. और 25,000 लोगों को केवल 5 रोटी से खिलाया। പക്ഷേ ഇന്നത്തെ ചോദ്യം, ഈ തലമുറയിൽ എന്താണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത്? लेकिन आज का सवाल ये है कि इन दिनों में हमारे घरों में आज क्या हो പ്രിയരെ, रहा है। സുവിശേഷത്തിൽ ഇതെല്ലാം നടന്നു. सुसमाचार में ऐसी सब बातें हुई, ഇത് യേശു ചെയ്തതാ. ये सब यीशु मसीह ने ही ഇത് किया, ആർക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. कोई भी इसका विरोध नहीं कर सकता। പക്ഷെ ഇത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്നുണ്ടോ? लेकिन क्या ऐसे आश्चर्य कर्म आपके घरों में हो रहे हैं? നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടോ? क्या हमारे घरों में यही काम हो रहे हैं? ഹല്ലേലൂയ. आमीन। കാര്യം ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. क्योंकि हमारा परमेश्वर कल, आज और कल हमेशा एक संग रहने वाला परमेश्वर। പലപ്പോഴും ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ച് പറയാൻ 1000 നാവുകളാ നമുക്ക്. लेकिन कई बार हम बीते हुए समय में परमेश्वर ने हमारे लिए जो आश्चर्य कर्म किए उसके लिए हम बहुत ज्यादा वर्णन कर सकते हैं। ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ദൈവം? लेकिन क्या वही परमेश्वर आज हमारे बीच में काम कर रहे ഇന്ന് हैं? പ്രവർത്തിക്കുന്നുണ്ടോ ദൈവം? क्या आज हमारे बीच में वो काम कर रहे हैं? പ്രിയരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. हम इन दिनों प्रार्थना करें। യഹോവയെ, ഇസ്രായേലിനെ ദൈവം വിടുവിച്ച വിധങ്ങളെ കുറിച്ച് അറിയാത്തൊരു തലമുറയാണ് അന്ന് ജീവിച്ചത്. उन दिनों में भी परमेश्वर को नहीं जानती थी, एक ऐसी पीढ़ी वहां पर हुई, അവരാണ് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞത്. और वही पीढ़ी मूर्ति पूजा की ओर मुड़ गई। അതുകൊണ്ട് ഗിദെയോനെ പോലുള്ള പുതിയ തലമുറ പോലും ചോദിക്കേണ്ടി വന്നു, യഹോവ എവിടെയാണ്? इसलिए गिदोन की तरह वो नई पीढ़ी भी पूछने लगी, यहोवा कहाँ है? ഇന്ന് നമ്മുടെ ചർച്ചിലെ തലമുറകളും വീട്ടിലെ തലമുറകളും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ചോദ്യം ഇതാണ്, ദൈവം ഇപ്പൊ എവിടെയാണ്? आज हमारे घर में भी या हमारे कलीसियाओं के जितने बच्चे हैं, संतान हैं, वो भी यही पूछते हैं कि परमेश्वर कहाँ है? ഇന്നലെ അത് ചെയ്തു, ഇന്നലെ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. कल ऐसा किया और पिछले दिनों ऐसे आश्चर्य कर्म हुए, वो सब बातें कहते तो हैं, ഈ തലമുറയ്ക്ക് ഇന്നത്തെ കാര്യമാണ് കാണേണ്ടത്. लेकिन ये जो पीढ़ी है वो अब के कामों को देखना चाहती പ്രിയരെ, है। പ്രാർത്ഥിച്ച് അത് കാണിക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. आज परमेश्वर के प्रिय लोग प्रार्थना में लगकर उन्हीं आश्चर्य कर्म को दिखाने वाले बन जाएं। ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. परमेश्वर के बड़े काम होने जा रहे हैं। ഹല്ലേലൂയ. हालेलुया। വലിയൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. परमेश्वर के बड़े काम होने जा रहे हैं। പുതിയ നിയമത്തിലും വായിക്കുമ്പോൾ जब हम नए नियम को पढ़ते हैं, എഫെസോസിന് വേണ്ടി പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കാര്യം അത് തന്നെയാണ്. एफेसुस के लिए पौलुस ने अपने घुटने टेक कर प्रार्थना की, वो इसी कारण से ही किया, അവര് പെട്ടെന്ന് പല കാര്യങ്ങളും മറന്നുപോയി. क्योंकि वो भी जल्द ही परमेश्वर के कामों को भूल गए। എഫെസോസിൽ സഭ സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ദൈവപ്രവൃത്തിയൊക്കെ പെട്ടെന്ന് മറന്നുപോയി. एफेसुस में जब परमेश्वर की कलीसिया स्थापित हुई, उस समय के परमेश्वर के कामों को वो जल्द भूल गए। പിന്നെയും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. इसलिए वो फिर से उनके लिए प्रार्थना कर ആ रहे हैं, ദൈവശക്തി അവരൊന്നും കൂടെ അറിയാൻ പ്രാർത്ഥിക്കുക. और वो प्रार्थना कर रहे हैं कि परमेश्वर की शक्ति को वो शहर दोबारा जान पाए। പ്രിയരെ, അന്ന് പൗലോസ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചതുപോലെ जिस तरह पौलुस ने उन दिनों अपने घुटने टेक कर प्रार्थना की, നമുക്കും പ്രാർത്ഥിക്കാം ഈ തലമുറ ദൈവപ്രവൃത്തി കാണാൻ. हम भी प्रार्थना करें कि परमेश्वर की कामों को ये पीढ़ी देख सके, വലിയൊരു ദൈവപ്രവൃത്തി കാണാൻ പ്രാർത്ഥിക്കാം. बड़े कामों को ये पीढ़ी फिर से देख सके। ഹല്ലേലൂയ. हालेलुया। ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ചിലർ മാറട്ടെ. इन दिनों परमेश्वर के लिए कुछ लोग अलग हो जाएं। അതുകൊണ്ടാ ദൈവം പറഞ്ഞത് ഓർക്കണം, इसलिए परमेश्वर कहते हैं स्मरण करें, മറന്നു പോകല്ലേ. भूले नहीं।
ആ വഴിയിലൂടെ നടക്കണം. उन्हीं मार्गों में से चलना है। ഇത് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ये सब परमेश्वर ने कहा है। അതുകൊണ്ട് അല്ലെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, इसलिए परमेश्वर का वचन कहता है, മനമേ യഹോവയെ വാഴ്ത്തുക, हे मेरे मन यहोवा को धन्य कहे, സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, मेरे सब काम उनके पवित्र नाम को धन्य कहे, ഉപകാരങ്ങളൊന്നും മറക്കരുത്. उसके किसी उपकारों को ना भूलना। മറന്ന ഒരു തലമുറ, ऐसा एक पीढ़ी जो भूल गई, അവർ ദൈവപ്രവൃത്തി ഓർക്കണം. वो परमेश्वर के कामों को फिर से याद करें। പ്രിയരെ, പലപ്പോഴും ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, जब मैं गाड़ी चलाता हूँ तब मैं बार बार ऐसे ही ध्यान देता हूँ, വാഹനത്തിന്റെ പിൻവശം കാണുവാൻ 3 മിററാണുള്ളത്. और इस गाड़ी के जो पिछले हिस्से को देखने के लिए 3 शीशे लगाए गए हैं। ആ 3 മിററിൽ നോക്കിക്കൊണ്ട് പിൻവശം നോക്കിക്കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപകടം ഉണ്ടാകും. अगर उन तीनों शीशों पे देखकर और गाड़ी के पिछले भाग पर ध्यान देकर अगर गाड़ी चलाएं तो निश्चय रूप में एक्सीडेंट हो सकता है, കാര്യം വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. क्योंकि वाहन जो है, गाड़ी जो है वो आगे की ओर बढ़ रही है। പക്ഷെ ഇടയ്ക്കൊക്കെ നാം പിൻ സൈഡിലേക്ക് നോക്കും. लेकिन हम बीच बीच में पीछे की ओर भी देखते हैं। എന്ന് പറയുന്നത് പോലെ उसी तरह ദൈവത്തിന്റെ മക്കളെ, നാം ഇന്നലകളിൽ കഴിഞ്ഞുപോയ നമ്മുടെ ചില അനുഭവങ്ങളെ എപ്പോഴും നോക്കുവാനല്ല, ചിലപ്പോഴൊക്കെ നാം ഓർക്കണം. उसी तरह हमारे बीते हुए समय के कुछ अनुभवों को बार बार हम ना देखें, कभी कभार ही उसे देखें। ഇന്നലകളിൽ ഉണ്ടായ തകർച്ചകളെ നാം നോക്കരുത്. पिछले दिनों हमारे जीवन में जो नाश हुए उनको हम ना देखें। ഇന്നലകളിൽ ഉണ്ടായ തെറ്റുകളെ നാം നോക്കരുത്. पिछले दिनों हमारे जीवन में जो गलतियां हुई उनको बार बार ना देखें। അതേ നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാം. अगर उन्हें देखकर आप अपने जीवन की यात्रा करते हैं तो निश्चित तौर पे एक्सीडेंट हो सकते हैं। പക്ഷെ നാം പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടത് ദൈവം നടത്തിയ വിധങ്ങളെയാണ്. हमें किन बात की ओर देखना है? उन बातों की ओर देखें जहां परमेश्वर ने हमें अद्भुत रीति से चलाया। എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കല്ലേ, हमेशा उसे ही देखते ना रहें, ഇടയ്ക്ക് നാം നോക്കണം बीच बीच में जरूर स्मरण करें ഇന്നലകളിൽ ദൈവം നടത്തിയ വിധം. कि पिछले दिनों परमेश्वर ने किस तरह में चलाया। ഒന്നുമില്ലായിരുന്നു, നമ്മള് हम कुछ भी नहीं थे, ഒരു ഗതിയില്ലായിരുന്നു, हमारी कोई आशा नहीं थी, ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. हमारे जीवन में कुछ नहीं था। ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ ഇടയ്ക്ക് നോക്കണം. लेकिन बीच बीच में स्मरण करें किस तरह परमेश्वर ने हमें वहां से उबार कर ले ഇടയ്ക്ക് गया। നോക്കുമ്പോൾ അഹങ്കരിക്കാതിരിക്കും. और जब हम बीच बीच में देखते हैं तो हमारे अंदर घमंड नहीं रहेगा, ദൈവത്തെ നാം സ്തുതിക്കും. हम परमेश्वर की स्तुति करते रहेंगे। ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് വട്ടം ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഞാൻ നോക്കി. पिछले दिनों मैंने भी स्मरण किया किस तरह परमेश्वर ने मुझे चलाया। ഉറങ്ങാൻ തോന്നുന്നില്ല, അതുപോലെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. मैं सो नहीं पा रहा था, उस तरह मैं परमेश्वर की स्तुति कर रहा था। അന്ന് കർത്താവിന്റെ വചനം എന്നെ പഠിപ്പിച്ചു. उन दिनों परमेश्वर के वचन ने मुझे सिखाया। നാം ദൈവം നടത്തിയ വിധങ്ങളെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകത്തില്ല, മറിച്ച് സ്തുതി നമ്മുടെ മേൽ വരും. जब हम ऐसा करते हैं, परमेश्वर के कामों को बीच बीच में स्मरण करते हैं, तो हमारे अंदर घमंड नहीं वरन हम परमेश्वर की स्तुति कर बैठते हैं। പക്ഷേ യഹോവയെ അറിയാത്തൊരു തലമുറ, लेकिन एक ऐसी पीढ़ी जो यहोवा परमेश्वर को नहीं जानती। ആമേൻ. आमीन। ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്തത് അറിയാത്തൊരു തലമുറ, ऐसी पीढ़ी जो नहीं जानती कि इजरायलियों के लिए परमेश्वर ने कैसे कैसे अद्भुत काम। ഒരു പ്രത്യേക തകർച്ചയിലൂടെ യാത്ര ചെയ്തൊരു തലമുറയാണ്. एक ऐसी पीढ़ी थी जो एक प्रत्येक नाश की ओर यात्रा कर रही थी। 2000 വർഷം മുമ്പ് യേശു കാൽവറി ചെയ്തത് അറിയാത്തൊരു തലമുറ. ऐसी पीढ़ी जो परमेश्वर यीशु मसीह के कैलवरी क्रूस के उन कामों को नहीं जानती। പുതിയ നിയമസഭയ്ക്ക് വേണ്ടി യേശു ചെയ്തത് അറിയാത്തൊരു തലമുറ. ऐसी पीढ़ी जो नहीं जानती कि नए नियम कलीसिया के लिए यीशु मसीह ने क्या किया। പ്രിയരെ, നമുക്ക് ചുറ്റുമുണ്ട്. ऐसी पीढ़ी हमारे बीच में है, हमारे चारों ओर है। നാം അവരെ പോലെ ആകരുത്. हम उनकी तरह ना बने, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. लेकिन हम उनके लिए प्रार्थना പക്ഷെ करें, നാം അവരെ പോലെ ആകരുത്. हम उनके तरह ना बने। നാം അല്ലിയ ഇന്നലകളിലേക്കുള്ള ചില കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നാം തിരിഞ്ഞു നോക്കുന്നവരാകണം. और हमारे जीवन में परमेश्वर के किए हुए कामों को हम बीच बीच में जरूर स्मरण करें എന്നിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. और परमेश्वर की स्तुति करें। വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പോൾ परमेश्वर के बड़े काम होने जा रहे हैं। കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. परमेश्वर हमें बहुत प्रेम करते हैं। നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
हम मिलकर प्रार्थना करें। ദൈവം നമ്മളെ സഹായിക്കാൻ പോകുന്നു. परमेश्वर हमारी सहायता करने जा रहे ഓ हैं। ജീസസ്. हालेलुया। ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ വചനം പറയുന്നു. वचन कहता है कि जो परमेश्वर को भूल गए हैं वो स्मरण करें। യഹോവ നിങ്ങളെ കീറിക്കളയുന്ന ഒരു വചനമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. बाइबल में लिखा है कि ऐसा न हो यहोवा तुम्हें फाड़ डाले। ഈ ദിവസങ്ങൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലേ. इन दिनों ऐसा न होने पाए। ഒത്തിരി പേര് ദൈവത്തെ മറന്നുപോയി. बहुत लोग ऐसे हैं जो परमेश्वर को भूल गए। അവർ ദൈവത്തെ ഓർക്കട്ടെ. वो इन दिनों परमेश्वर को फिर से स्मरण करें। നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. हम मिलकर प्रार्थना करें। നിങ്ങൾ ഈ വചനത്തെ പിന്നീട് വായിക്കണം. इन वचनों को आप फिर से पढ़ें। ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10 നിങ്ങൾ വായിക്കണം. न्यायों का पुस्तक 2 अध्याय के 10वें वचन को पढ़ें। ആവർത്തന പുസ്തകം 8-ാം അധ്യായം മുഴുവനും നിങ്ങൾ വായിക്കണം. व्यवस्था विवरण के 8वें अध्याय को आप बाद में पढ़ें। ദൈവം ഒന്ന് ശ്രമിക്കുകയാണ് ഈ തലമുറ ദൈവത്തെ ഒന്ന് അറിയാൻ. परमेश्वर भी कोशिश कर रहे हैं कि ये पीढ़ी भी परमेश्वर को जान पाए। പക്ഷെ എന്നിട്ടും അവർ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോയി. लेकिन फिर भी वो मूर्ति की आराधना करने गए। പിന്നീട് ജനിച്ച തലമുറകളെല്ലാം ദൈവം എവിടെയെന്നാ ചോദിക്കുന്നത്. और उसके बाद जो पीढ़ी उत्पन्न हुई वो ऐसा पूछने लगे कि यहोवा परमेश्वर कहाँ है। പ്രിയരെ, നമ്മുടെ വീട്ടിലെ തലമുറകൾ അങ്ങനെ ചോദിക്കാൻ ഒരു ഇടവരല്ലേ. हे प्रियो, हमारे घर में भी जो हमारे संतान है वो कभी ऐसा प्रश्न करने ना पाए। ഇന്നലകളിലെ ആ ദൈവത്തെ കുറിച്ച് നമ്മൾ പറയണം. और जब पिछले दिनों जो परमेश्वर के कामों के बारे में जब वो पूछे तो हम ऐसा कहें। ഇന്നലെ നടന്നത് ഇന്നും നമ്മുടെ വീട്ടിൽ നടക്കുമെന്ന് നിങ്ങൾ അല്ലേ പ്രാർത്ഥിച്ച് അത് സംഭവിപ്പിക്കണം. और प्रार्थना के द्वारा पिछले दिनों जो परमेश्वर ने आश्चर्य कर्म किए उन कामों को आज भी हम अपने समय में करने पाए। നമ്മുടെ തലമുറകൾ യേശുവിനെ വിശ്വസിക്കട്ടെ. हमारी जो पीढ़ी है वो यीशु मसीह पे विश्वास करने पाए। ഹല്ലേലൂയ. हालेलुया। പ്രാർത്ഥിക്കാം നമുക്ക്. हम प्रार्थना करेंगे। പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. हे पिता, हम एक साथ आपके पास आते हैं। നല്ല സമയത്തിനായി സ്തോത്രം. इस अच्छे समय के लिए धन्यवाद। എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. हर एक को परमेश्वर आशीष दें। കർത്താവേ, നന്ദിയില്ലാത്ത ഒരു തലമുറയുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. हे परमेश्वर, हम एक ऐसी पीढ़ी के बीच में रहते हैं जो धन्यवाद ही नहीं है। ഉപകാരം മറന്നുപോയ ദൈവം ചെയ്ത ഉപകാരം മറന്നുപോയ ഒരു തലമുറയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. परमेश्वर के किए हुए उपकारों को भूल चुकी है ऐसी पीढ़ी के बीच में हम रहते हैं। കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ हम अपने जीवन की गलतियों की ओर मुड़कर ना देखते हुए ദൈവമേ, ഇന്നലകളിൽ ജീവൻ ചെയ്ത ഉപകാരങ്ങളിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. लेकिन पिछले दिनों परमेश्वर ने हमारे जीवन में जो उपकार किए हैं उनको देखकर परमेश्वर की स्तुति करने में आप हमें सिखाएं। ഒരിക്കലും അത് മറന്നുപോകാൻ ദൈവം അനുവദിക്കില്ല. ऐसा न हो कि कभी हम उसे भूल जाएं। കർത്താവേ, ദൈവപ്രവൃത്തിയെ അടുത്തറിഞ്ഞ ഒരു തലമുറയെ ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. परमेश्वर के आश्चर्य कर्मों को नजदीकी से जान पाए ऐसे एक पीढ़ी बनकर हम जीने पाए। കർത്താവേ, ബൈബിളിലെ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണം. हम इस बाइबल में जिस परमेश्वर का वर्णन है उसको आराधना करते हुए हम जीवन അത് जिए। മാത്രം പോരാ കർത്താവേ. केवल यही काफी नहीं। ആ ദൈവം ഞങ്ങളുടെ ലൈഫിൽ ലൈവായിട്ട് ഇറങ്ങി ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യണം കർത്താവേ. वही परमेश्वर हमारे जीवन में वास्तविक तौर पे उतर कर अनेक अद्भुत कामों को करने കർത്താവേ, पाए। ഞങ്ങൾക്ക് ഒന്നും കൂടെ അടുത്തറിയാൻ സഹായിച്ചാട്ടെ. हे परमेश्वर, हमारी सहायता करे कि हम आपको और भी निकट से जान पाए। യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ यीशु के अधिकारी नाम में കർത്താവേ, എല്ലാ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നു. हर एक व्यक्तियों को हम आशीष देते हैं। എല്ലാ കുടുംബത്തെയും ബ്ലസ് ചെയ്യുന്നു. हर एक परिवार को हम आशीष देते हैं। കർത്താവേ, ഇന്നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. आज परमेश्वर आपके कामों को काम प्रकट होने पाए। ഇന്നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. आज के परमेश्वर के काम प्रकट होने पाए। യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു ഫാദറോ. यीशु के नाम से मैं आशीष देता हूँ। കർത്താവേ, നാളത്തെ ആരാധനകളെല്ലാം അനുഗ്രഹമാക്കിയാട്ടെ. हे परमेश्वर, कल की आराधना को आप आशीष दें। ഇനി ഞങ്ങൾ കൂടി കാണും വരെ ഇമ്മാനുവേലെ ചിറകിൽ മറയ്ക്കണം. अब जब आपस में मिलने तक हमें इमैनुएल के पंखों के नीचे संभाल के रखिए। എല്ലാ മഹത്വവും അങ്ങേക്ക്. सारी महिमा हम